ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നല്ലതും മോശവുമായ ഒരു കളി ഞാൻ കണ്ടിട്ടില്ല. നല്ലതും മോശവും പറയുമ്പോൾ ഫസ്റ്റ് 15 മിനിറ്റ്സ്, നമ്മൾ ആ ഫസ്റ്റ് 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ആ ഗോൾ അടിക്കുന്നവരെ കാം, കൺട്രോൾഡ്, സൂപ്പർ ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ ഗോൾ അടിക്കുന്നവരെ യുണൈറ്റഡ് വന്നത് ഒരു പെർഫെക്റ്റ് പ്ലാനുമായിട്ടാണ്. സിറ്റ് ബാക്ക്, അവർ അറ്റാക്ക് ചെയ്യും. അവർ അറ്റാക്ക് ചെയ്യുമ്പം ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം കൗണ്ടർ അടിക്കുക, കൗണ്ടറിൽ നിന്ന് ഗോൾ അടിക്കുക. ഇതായിരുന്നു അവരുടെ പ്ലാൻ ആൻഡ് ഇറ്റ് വാസ് വെരി ക്ലിയർ. ആ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമുക്കറിയായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലാൻ ഇതായിരുന്നു എന്ന്. ആൻഡ് നമുക്കായിരുന്നു ഗോൾ വേണ്ടത്, നമ്മളായിരുന്നു അത് ചേസ് ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. ആ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം ആർസണൽ ഫുട്ബോൾ കളിക്കാൻ മറന്നു. ഈ സ്കൂളിൽ എങ്ങനെ ഫുട്ബോൾ, നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ സ്കൂളിൽ ഫുട്ബോൾ കളിക്കാറില്ലേ, അതുപോലത്തെ അലന്ന കളി എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം കളി ഈ സീസണിൽ ഞാൻ കണ്ടിട്ടില്ല. ആ ഫസ്റ്റ് ഗോൾ കയറിയ പിന്നെ ഇറ്റ് വാസ് ലൈക്ക് നമ്മളൊരു 4 ഗോൾ ലീഡോ 5 ഗോൾ ലീഡോ ഉള്ളതുപോലത്തെ ഒരു മിസ് പാസസും, സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി ഇല്ലാത്തതും, ബാക്ക് പാസ് ഭയങ്കരമായിട്ട് റിസ്കി ബാക്ക് പാസസും അതിലവർ അതും ഓഫ് ഓൾ ദ പ്ലെയേഴ്സ്. സുബമെൻഡി, എ സ്പാനിഷ് പ്ലെയർ, സുബമെൻഡി ഒരു ബാക്ക് പാസ് അത് നേരെ വേറെ ആർക്കുമല്ല എംബോമയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. എംബോമ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നു. 1-1 കംപ്ലീറ്റ് കൺട്രോളിലിരുന്ന ആർസണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ബിഗ് ബൂസ്റ്റ് കൊടുക്കുന്നു. കംപ്ലീറ്റ് മെൻറ്റാലിറ്റി ബൂസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് വാസ് ഇൻ അവർ ഹാൻഡ്. അവിടെയാണ് ഇന്നത്തെ ഗെയിമിൻ്റെ ബോട്ട്ലിംഗ് സ്റ്റാർട്ടായത്. എന്നാൽ ആ ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞ് ഇഫ് വി ഹാഡ് ദ കൺട്രോൾ ഓഫ് ദ ഗെയിം, ഒന്നും കൺട്രോൾ ഇൻ ദ സെൻസ് കീപ്പിംഗ് ദ പൊസഷൻ, വേറെ ഒന്നും വേണ്ടായിരുന്നു. ഗെയിം അന്നേരം ഫ്ലിപ്പായി. ഓൾറെഡി 1-0 എന്ന് പറയുമ്പോൾ ഗെയിം അന്നേരം ഫ്ലിപ്പായി. മാൻ യുണൈറ്റഡ് നീഡ് ടു കം ആൻഡ് അറ്റാക്ക്. അത് ഫോഴ്സ് ചെയ്യാതെ വി ലെറ്റ് ദം ഇൻ ടു ദ ഗെയിം. ഇറ്റ് വാസ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് വാച്ച് അലോങ്, റിയലി ഫ്രസ്ട്രേറ്റിംഗ്. കാരണം അങ്ങോട്ട് കൊടുത്തു, ഒരു കാര്യമില്ലാതെ അങ്ങോട്ട് കൊടുത്തു. ഇറ്റ് വാസ് വെരി പുവർ, വേറൊന്നും പറയല. പുവർ, അൺപ്രൊഫഷണൽ, എന്തൊക്കെ വാക്ക് പറയണോ എനിക്കെന്നെ അറിയത്തില്ല. ഇറ്റ് വാസ് ഡിസ്ഗ്രേസ്ഫുൾ ആ ഒരു ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ്. ആ 20-25 മിനിറ്റ്സ് ഒഴിച്ച് റെസ്റ്റ് ഓഫ് ദ ഗെയിം ഇറ്റ് വാസ് ഡിസ്ഗ്രേസ്ഫുൾ. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പം ഓഫ് കോഴ്സ് ചേഞ്ചസ് ഒന്നും വരുത്തില്ല. ദിസ് ഇസ് അനദർ തിങ്. ചേഞ്ചസ് ഒന്നും വരുത്തില്ല. ബട്ട് നേരത്തെ ചേഞ്ചസ് കുറേ കൊണ്ടുവന്നു. 5 ചേഞ്ചസ് കൊണ്ടുവന്നു. നമ്മുടെ ഗ്യോക്കറൈസിനെ കൊണ്ടുവന്നു, മെറീനോനെ കൊണ്ടുവന്നു. ഇറ്റ് വാസ് ഓൾ വെൽക്കമിങ് ചേഞ്ചസ്. ഓക്കെ, ഇന്നത്തെ ഗെയിമിൽ നമുക്ക് അർട്ടറ്റയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് ഓൾ ഡൗൺ ടു ദ പ്ലെയേഴ്സിൻ്റെ മിസ് പാസസും. എങ്ങനെ ഇത്ര പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് എങ്ങനെ ഇങ്ങനെ മിസ് പാസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇത്. അതും ഫസ്റ്റ് ഹാഫിൽ 25 മിനിറ്റ്സ് ഡോമിനൻസ് കാണിച്ച സെയിം ടീമാണ് ആഫ്റ്റർ 25 മിനിറ്റ്സ് ദേ കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് ഹൗ ടു പ്ലേ ഫുട്ബോൾ. കംപ്ലീറ്റ്ലി ഫോർഗെറ്റ്സ്. എന്നിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഡോർഗു ഒരു ഗോൾ അടിക്കുന്നു. അതിലൊരു ഹാൻഡ് ബോൾ ഉണ്ട്. ബട്ട് ഓക്കെ, ഇപ്പോൾ അത് റീപ്ലേ കാണുമ്പം ഇറ്റ് വുഡ് ഹാവ് ബിൻ ടു സോഫ്റ്റ്. കൊടുക്കുമ്പോൾ അത് ടു സോഫ്റ്റ് ആയി പോകുമെന്നുള്ളൊരു സാധനമുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഹാൻഡ് ബോൾ. യെസ്, ഇതിപ്പം ആർസണൽ അടിക്കുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ യെസ് ഇറ്റ്സ് എ ഗോൾ എന്ന് തന്നെ പറഞ്ഞായിരുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് അതൊരു ഹാൻഡ് ബോൾ ആയിട്ട് കൊടുക്കണമായിരുന്നു. ഈവൻ മാഗ്വയറിൻ്റേത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഹാൻഡ് ബോൾ. വാച്ച് അലോങ്ങിന് പോയപ്പം ഒരാൾ പറഞ്ഞായിരുന്നു ഓഡെഗാർഡിന് ഇതുപോലെ ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു, കൊടുത്തില്ല എന്നൊക്കെ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ. കാരണം അങ്ങോട്ട് ആക്ഷൻ കൊണ്ടുവരുന്നില്ല. സോ യെസ്, ബോത്ത് ആർ ലീഗൽ ഇൻ മൈ ഒപ്പീനിയൻ. ബട്ട് കുറേ ഡിസിഷൻസ് ഇറ്റ് ഹാസ് ഗോൺ എഗെയിൻസ്റ്റ് us. ബട്ട് ഇറ്റ്സ് നോട്ട്, again we cannot blame it on referees or anyone. It's our players. നമ്മുടെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഇഷ്യൂ ആണ് നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നത്. അങ്ങനെ സെക്കൻഡ് ഗോൾ കയറി കഴിഞ്ഞാൽ നമ്മൾ വി ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ഈ പറഞ്ഞ ഗ്യോക്കറേസ്, മെറീനോ,
എസെ, ബെൻ വൈറ്റ് എല്ലാവരെയും കൊണ്ടുവരുന്നു, നോനി, ഇത്രയും പേരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടും വരുന്നു. നമ്മൾ സാക്കയുടെ കോർണറിൽ നിന്ന് നമ്മളൊരു ഗോൾ അടിക്കുന്നു ബൈ മെറീനോ, 2-2 എഗെയിൻ അണ്ടർ കൺട്രോൾ. എഗെയിൻ വി ആർ പ്ലേയിങ് ഗുഡ്. ആ ഒരു സെക്കൻഡ് ഗോൾ അടിക്കുന്ന ആ ഒരു വി ഹാഡ് എ 10 minutes സ്പെൽ. അവിടെ ആ ഗോൾ അടിക്കുന്നവരെ വി ഹാഡ് ദാറ്റ് ഇൻറ്റൻസിറ്റി. പിന്നെയും വി ഫോർഗെറ്റ് ടു പ്ലേ. പിന്നെയും കുഞ്ഞയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, വേൾഡ് ബൈ കുഞ്ഞ. ഇതായിരുന്നു ഫസ്റ്റ് ഗോളെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് എനി കംപ്ലൈൻറ്റ്. യെസ്, മാൻ യുണൈറ്റഡ് പ്ലേഡ് വെൽ, അടിപൊളിയായിട്ട് കളിച്ചു, ദേ സ്കോർഡ് ദ ഗോൾ, ദേ ഡിസേർവ് ദ വിൻ, ഓക്കെ ഗ്രേറ്റ്. പക്ഷേ ഇതല്ല സ്റ്റോറി. ദ സ്റ്റോറി ഇതല്ല. 25 മിനിറ്റ് നന്നായിട്ട് കളിച്ചിട്ട് 30ാമത്തെ മിനിറ്റിൽ വിസിലടിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മുടെ പ്ലേയേഴ്സ് ഇന്ന് കളിച്ചത്. This is why we lost this game. This is why we conceded 3 goal after 2023. This is why we lost the game in Emirates Stadium first time this season. Really embarrassing. വേറെ ഒന്നും പറയല. Really embarrassing. Man. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു ചോദ്യം. വി ആർ 4 points ലീഡുണ്ട്. യെസ്, so that's good news. But again, Man City നമ്മൾ ഇനിയും ഫേസ് ചെയ്യണം. There are still a lot of tough games to come. നമ്മൾ എല്ലാ കപ്പിലും ആക്റ്റീവാണ്. കാരബോ കപ്പിൻ്റെ സെമിഫൈനലുണ്ട്, FA കപ്പിലുണ്ട്, ചാമ്പ്യൻസ് ലീഗിലുണ്ട് ആൻഡ് പ്രീമിയർ ലീഗ്. സോ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്ന പോലെ ഇരിക്കും നമ്മുടെ പ്രീമിയർ ലീഗ് ചാർജ്. വി സ്റ്റിൽ ഹാവ് ഞാൻ ഒരിക്കലും ഇത് ലീഗ് ബോട്ടിൽ ചെയ്തു എന്ന് ഞാൻ പറയത്തില്ല. യെസ്, ഇറ്റ്സ് എ ബ്ലിപ്പ്. നമ്മൾ എവിടെങ്കിലുമൊക്കെ ഒരു കളി നമ്മൾ തോക്കും, ഇല്ലെങ്കിൽ സമനിലയാവും. വി ആർ എനി ടീം, ഇവൻച്വലി വി വിൽ ലൂസ് പോയിന്റ്സ് ഹിയർ ഓർ ദെയർ. സോ ബട്ട് അത് ഇന്നത്തെ ഗെയിമിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ബിക്കോസ് വി ആർ ഇൻ ടോട്ടൽ കൺട്രോൾ ഫോർ ദ ഫസ്റ്റ് 20-25 minutes. എനിവേ, സോ വേർ ഡസ് ദിസ് പുട്ട്സ് അസ് ഓൺ ദ ഗ്രാൻഡ് സ്കീം എന്ന് ചോദിക്കുവാണെങ്കിൽ, വി നീഡ് ടു ബി മോർ ഓർഗനൈസ്ഡ്. ഗോൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെൻറ്റാലിറ്റി ഇത് ഫസ്റ്റ് ടൈം അല്ല. ലാസ്റ്റ് ഒരു 5 ഗെയിംസിൻ്റെ പാറ്റേൺ ഇത് തന്നെയാണ്. ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് വി ആർ ടു ഈസി. ആ ഒരു പാസസും ആ ഒരു ഇൻറ്റൻസിറ്റി കുറവും ഈ സാധനം ഇറ്റ്സ് ടു എവിഡൻറ്റ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര റിലാക്സ്ഡ് ആണ് ആ ഒരു ഫസ്റ്റ് ഗോൾ കയറി. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് എ ഫെറ്റീഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ള ഒരു ടീമിന് ഒരിക്കലും ഫെറ്റീഗ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വി ഹാവ് ലോട്ട് ഓഫ് പ്ലെയേഴ്സ് ടു റൊട്ടേറ്റ്. സോ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ആൻഡ് നോ കംപ്ലൈൻറ്റ്സ്. ആ ഒരു ഫസ്റ്റ് 11 എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇറ്റ് വാസ് വെരി വെൽ ഡൺ. ആ ഫസ്റ്റ് 20 minutes നമ്മൾ സൂപ്പറായിട്ട് കളിക്കുകയും ചെയ്തു. സോ വി ആർ സ്റ്റിൽ ഇൻ ദ ലീഗ്. ബട്ട് നമ്മൾ ഈ ഒരു മെൻറ്റാലിറ്റി എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വി നീഡ് ടു ബി വെരി കെയർഫുൾ. സോ യെസ്, അവിടെയാണ് ദാറ്റ്സ് വെയർ ദ ലീഗ് ലൈസ്. ആ ഒരു സ്ക്വാഡ് റൊട്ടേഷനിലും ഈ ഒരു മെൻറ്റാലിറ്റി ചേഞ്ചിലും എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. ഇതിനൊരു വ്യത്യാസം വരണമെങ്കിൽ ദർ ഇസ് ഓൺലി വൺ വേ. ഒരൊറ്റ ഒരു കാര്യമേ ചെയ്യാവുള്ളൂ. വി നീഡ് ടു വിൻ കാരബോ കപ്പ്. വി നീഡ് ടു ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഈ ടീമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ഒരു കാരബോ കപ്പ് എന്ന് പറയുന്ന സാധനം എത്രയും പെട്ടെന്ന് അടിക്കുക. ഒരു കപ്പ് അടിച്ചാലേ ഈ ടീമിന് എന്താണ് ഈ ഒരു സാധനം എന്നവർക്ക് മനസ്സിലാവും. എങ്കിലേ ഈ ഒരു ബോട്ടിലിംഗ് പരിപാടി, ഒരു വിന്നിങ് മെൻറ്റാലിറ്റി വരും. ഓവറോൾ മാൻ യുണൈറ്റഡിൻ്റെ ഗെയിം പറയുകയാണെങ്കിൽ വി ഗേവ് ദം ദ ഗെയിം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡോർഗുവിൻ്റെയും കുഞ്ഞയുടെയും ദേ വർ ബ്രേവ് ഇനഫ്. അവരെ ഈ ക്യാരിക്ക് വന്നതിൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ആ ഫസ്റ്റ് ഗെയിമിൽ സെക്കൻഡ് ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെയിൻ അഴിച്ചു വിട്ട ഹാൻഡ് ബ്രേക്സ് ഓഫ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് നമുക്ക് കാണാൻ പറ്റിയതെന്നാണ്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഡോർഗുവിൻ്റെ ആ ഒരു ലോങ് റേഞ്ചറും കുഞ്ഞയുടെ ആ ഒരു വേൾഡ് ടീം എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ചെയിൻ ഓഫ് ദ ഷാക്കിൾ എന്നൊക്കെ പറയാറില്ലേ, ആ സാധനമാണ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് ബോത്ത് വെർ ഗുഡ് ഗോൾസ്. അറ്റ് ദി എൻഡ് മാൻ യുണൈറ്റഡ് എന്തിനു വന്നോ ദാറ്റ് ദേ എക്സിക്യൂട്ടഡ്. അവരുടെ പ്ലാൻ ആക്ച്വലി നമ്മൾ പൊളിച്ചു, എന്നിട്ട് ആ പ്ലാൻ നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തു. ഇതിലാണ് എനിക്ക് സങ്കടം. അവരുടെ പ്ലാൻ ആദ്യം തൊട്ടേ എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ദെൻ ഐ വുഡ് ഹാവ് സെഡ് ഓക്കെ, ആർസണൽ നോ ചാൻസ്, ഇന്ന് മാൻ യുണൈറ്റഡ് സൂപ്പറായിട്ട് കളിച്ചു. നോ,
അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ വി ഗേവ് ദം ദ കോൺഫിഡൻസ് ടു യുനോ ഓക്കെ അടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തിട്ട് ഓഫ് കോഴ്സ് എംബൂമോ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഹി വിൽ സ്കോർ. ഓഫ് കോഴ്സ് ഡോർഗുവിനെ ക്ലോസ് ഡൗൺ ചെയ്തില്ല, അതും എഗെയിൻ സുബമെൻഡി ക്ലോസ് ഡൗൺ ചെയ്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഹി വിൽ സ്കോർ. കുഞ്ഞ ഐ ഡോണ്ട് നോ ഇത്രയും നല്ലൊരു ഡിഫെൻസ്. ഐ ഡോണ്ട് നോ ഹൗ യു ക്യാൻ ലീവ് കുഞ്ഞ ഏക്കേഴ്സ് ഓഫ് സ്പേസസ്. എനിവേ മാൻ യുണൈറ്റഡ് ഫാൻസിന് ആഘോഷിക്കാം. ആക്ച്വലി വാച്ച് അലോങ് അടിപൊളിയായിരുന്നു. ഐ റിയലി എൻജോയ്ഡ്. ഓക്കെ, ഐ നോ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആളാണ്. സോ ഐ നോ ദർ ഹാസ് ബീൻ അങ്ങനെ എന്താ പറയുക ഒരു ഫയറി വാച്ച് അലോങ് ആയിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ടു ബി ഓണസ്റ്റ് ഐ എൻജോയ്ഡ് ഓൾ ദ ബാൻറ്റേഴ്സ്, എല്ലാം കളിയാക്കും എല്ലാം. ഐ റിയലി എൻജോയ്ഡ്. ഇറ്റ് വാസ് എ ഗുഡ് വാച്ച് അലോങ്. ബട്ട് ഹാപ്പി അല്ല വാച്ച് അലോങ്. ജയിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.